മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 കൊരിന്തോസ് 15:14 നമുക്കെടുക്കാം. 1 Corinthians chapter 15 verse 14. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ശക്തിയും അതുല്യതയും ക്രിസ്ത്യാനിയുടെ പ്രത്യാശയും രക്ഷയുടെ അടിസ്ഥാനവും കർത്താവായ ഈശോ മിശിഹായുടെ ഉയർപ്പിന്മേൽ അധിഷ്ഠിതമാണ്. മരണഭയത്തെ നിഷ്കാസനം ചെയ്യുന്നത് ഈ വിശ്വാസമാണ്. മരണത്തെ അതിജീവിക്കുന്ന ഈശോയുമായി മിശിഹായുമായുള്ള സഹിത്വം നമ്മയും മരണത്തിന്റെ പത്രത്തിൽ നിന്ന് വിടുവിക്കും. ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു ചരിത്ര സംഭവമാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോയെ പലതവണ ശിഷ്യന്മാർ കണ്ടുമുട്ടി. അവർ ആഹ്ലാദചിത്തരായി. ഈ അത്ഭുത വാർത്ത അറിയിക്കുവാൻ അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും യാത്രയായി. അവർ പുതിയ തത്വങ്ങൾ പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തില്ല. ഈശോ ഉയർത്തെഴുന്നേറ്റുന്ന സംഭവം പരസ്യപ്പെടുത്തുക മാത്രമായിരുന്നു ചെയ്തത്. ഒരു ചരിത്ര സംഭവത്തിന്റെ പ്രഖ്യാപനമായിരുന്നു സുവിശേഷം. ഈശോ ഇപ്പോൾ ഇവിടെ നമ്മോടുകൂടിയുണ്ട്. നമ്മുടെ സംഭാഷണവും പ്രവൃത്തികളും സമീപത്ത് നിന്നുകൊണ്ട് വീക്ഷിക്കുന്ന ഈശോയാണ് നമ്മോടുകൂടെ ജീവിക്കുന്നത്. ഈ വിശ്വാസത്തെ നാം ഗൗരവമായി എടുക്കണം. അപ്പോൾ നാം ഏകാഗിയല്ല, ആലംബമറ്റവരല്ല എന്ന ബോധ്യം ലഭിക്കും. ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് വിശ്വസിച്ച് ആശ്രയിക്കാത്ത ക്രിസ്തീയ ജീവിതം യാഥാർത്ഥ്യമല്ല. നമ്മുടെ ആരാധനകളും കൂട്ടായ്മകളും യാഥാർത്ഥ്യമാകുന്നത് ഉയർപ്പിന്റെ ശക്തി ലഭിക്കുമ്പോഴാണ്. ഈ വാചകങ്ങൾ വായിക്കുമ്പോൾ അവൻ നമ്മുടെ സമീപത്തുണ്ട്. അതെ, ഉയർത്തെഴുന്നേറ്റ ഈശോയാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ആശ്രയം. ആ സജീവ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ കഴിയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. അതിന് നമുക്ക് കഴിയുന്നുണ്ടോ? എന്റെ ജീവിതത്തിന്റെ എല്ലാ വ്യാപാരങ്ങളിലും എന്റെ ഈശോ എന്റെ കൂടെ ഉണ്ട് എന്ന ആ ബോധ്യം എന്നിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യും. അവിടെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ആ ഈശോയുടെ സജീവ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.